السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا هدى للناس وبينات من الهدى والفرقان تبيانا وتفصيلا لكل شيء. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة التاسعة عشر من جلسات سورة المائدة، وسنتحدث إن شاء الله من آية 4 بعد 100 إلى آية 8 بعد 100 من تلك السورة إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعقلون لا يعلمون شيئا ولا يهتدون. يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون. يا أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت حين الوصية اثنان ذوى عدل منكم أو آخران من غيركم إن أنتم ضربتم في الأرض فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبتم لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إذا لمن الآثمين. فإن عثر على أنهما استحقا إثما فآخران يقومان مقامهما من الذين استحق عليهم الأوليان فيقسمان بالله لشهادتنا أحق من شهادتهما وما اعتدينا إنا إذا لمن الظالمين. ذلك أدنى أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان بعد أيمانهم واتقوا الله واسمعوا والله لا يهدي القوم الفاسقين. ഈ ആയത്തുകൾ നമുക്ക് വായിക്കാനും പഠിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ദീർഘമായ സമയമുണ്ടായിരുന്നു. ഇരട്ടി സമയം കിട്ടി. പരീക്ഷയ്ക്ക് മാറ്റമില്ല കേട്ടോ. ക്ലാസ് കഴിഞ്ഞ അടുത്ത ആഴ്ച പരീക്ഷയായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ആ പരീക്ഷയുടെ ഡേറ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത്. ക്ലാസ് തീർന്നാൽ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ് അതിന് മുമ്പ് ക്ലാസ് തീരും. ക്ലാസ് തീർന്നാൽ അടുത്ത ആഴ്ച പരീക്ഷയും. ഇടവേള ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. തന്നിരിക്കുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റിൽ നമുക്ക് പരീക്ഷ നടക്കും. പരീക്ഷ നമുക്കറിയാം, വിശദീകരണങ്ങൾ ഉണ്ടാകും. അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള ചോദ്യം ഉണ്ടാകും, വാക്കർത്ഥം ഉണ്ടാവും, ആയത്തിന്റെ അർത്ഥം ഉണ്ടാകും. എന്തെല്ലാം വിഷയങ്ങൾ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ടോ അത് ശ്രദ്ധിക്കുക. ഇവിടെ വളരെ പ്രസക്തമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ക്ലാസ് നമുക്ക് വാട്സപ്പിലൂടെ നൽകി അടുത്ത ക്ലാസ്സിലേക്ക്, അടുത്ത ദിവസത്തെ അടുത്ത പേജിലേക്ക് പോകാം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന നിർദ്ദേശം ഫോളോ ചെയ്യാന്നൊക്കെ മെസ്സേജ് ഇട്ടെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇത് ചർച്ച ചെയ്ത് തന്നെ പോകാം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോ ഇതില്
വാക്യഘടനയിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. വാക്യഘടന അത് പറഞ്ഞിട്ട് വേണം പിന്നെ ബാക്കി നമുക്ക് വാക്കർത്ഥത്തിലേക്കോ വിശദീകരണത്തിലേക്കോ പോകാൻ. നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കുകയും വേണം. നമുക്ക് 3:15 തന്നെ തുടങ്ങിയിട്ട് 30 അരയ്ക്ക് തന്നെ തീർക്കാൻ വേണ്ടിയാണ്, അടുത്ത 3/4 മണിക്കൂറിൽ തീർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കൃത്യസമയത്ത് കയറണം എന്ന് പറയുന്നത്. 5 മിനിറ്റ് മുമ്പ് കയറണം എന്ന് പറയും. വാക്യഘടനയില് കാര്യമായ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാക്യഘടനയിലൊക്കെ ഓക്കെയാണ്. പേരും പ്രായും നഫയും ബിഹിം അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമുക്കറിയാം കസ് വരുന്ന പദം വന്നാൽ കസ്രയാണ്, കാന വന്നാൽ കാൻ എന്തായിരിക്കും, കാനയുടെ ഖബറായിരിക്കും ഉണ്ടാവുക. അതുപോലുള്ള സംഗതികളൊക്കെ തന്നെ ഉള്ളൂ. സാർ 2 ആഴ്ചയെങ്കിലും പോസ്റ്റ്പോൺ ചെയ്തോടെ? അതില്ല. പോസ്റ്റ്പോണിങ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്, ഇബ്ലീസിന്റെ പണിയാണെന്നാണ് പറയുന്നത്. ഇബ്ലീസിന്റെ പണിയാണ്. സമയമായാൽ അതങ്ങനെ ചെയ്യുക. അതിനാണ് നേരത്തെ അറിയിക്കുന്നത്. നേരത്തെ അറിയിച്ചപ്പോഴാരും പറഞ്ഞില്ലല്ലോ നമുക്ക് ഈ ആഴ്ച പോരാ, തീർന്നിട്ട് 1 മാസം വേണം. നമ്മൾ എത്രയോ വർഷം കൊണ്ട് വായിക്കുന്ന സൂറത്താണ്. അപ്പൊ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കെ നമ്മളിപ്പം ഗർഭസ്ഥ ശിശു ഏതാണ്ട് 8-9 മാസം അതിങ്ങനെ മാതാപിതാക്കളുടെ സംസാരവും അതുമായിട്ട് സഹകരിക്കുന്നവരുടെയൊക്കെ ആശയവിനിമയങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലായി നിങ്ങൾ പുറത്തു വന്ന ഉടനെ മൊബൈൽ കൊടുത്താൽ മൊബൈൽ കളിക്കുമെന്നാണ് പറയുന്നത്. ഉടനെ എല്ലാം കണ്ടുപിടിച്ചു തരും. എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ദീർഘകാലം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ ദീർഘകാലം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഉടനെ എന്നിട്ട് കണ്ട് അതിലുള്ള സംശയം നമ്മൾ എന്ത് ചെയ്യുന്നു, സംശയം ദൂരീകരിക്കുന്നു, പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പരീക്ഷ എഴുതുക. എന്നാലേ ആ സമയബന്ധിതമായിട്ട് വർക്ക് ചെയ്ത് അത് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഏതൊരു വിജ്ഞാനത്തിനും കറക്റ്റ് ആയിട്ടുള്ള പ്രതിഫലനം ഉണ്ടാവുകയുള്ളൂ, ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയുള്ളൂ, സ്വാധീനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താവും, നമ്മൾ ഒരാഴ്ച കൂടെ നീട്ടി നിന്നതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. 2 ദിവസം മുമ്പ് നിങ്ങൾ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങും, അത്രേ ഉള്ളൂ. അല്ല എന്തെങ്കിലും സംഭവിക്കുമോ? ആർക്കും തോന്നുന്നില്ല പരീക്ഷയ്ക്ക് 2 ആഴ്ച കൂടെ നീട്ടി നിന്നാൽ എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. റിവിഷൻ ക്ലാസ് ഇല്ലേ? റിവിഷനൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഒരു ക്ലാസ് 2ാമത്തെ റിവിഷനാണ് ഈ ക്ലാസ്. ഒരു റിവിഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇനി 2ാമതൊന്നും റിവൈസ് ചെയ്യണം. അതുകൊണ്ടാണ് എന്തെങ്കിലും വാക്യഘടന നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതാദ്യം ചർച്ച ചെയ്ത് വ്യക്തമാക്കിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പോകാം. ഇതിൽ ചില പദങ്ങൾ നമുക്ക് അപരിചിതമായ അല്ലെങ്കിൽ ചിരപരിചിതമല്ലാത്ത ശൈലിയും പദങ്ങളും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ചിരപരിചിതമല്ലാത്ത ഇതെല്ലാം നമുക്ക് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയുന്ന വാക്കുകളാണ്. നമ്മൾ എപ്പോഴും കണ്ടുമുട്ടുന്നതല്ല എന്ന് മാത്രമേ ഉള്ളൂ. ദീർഘകാലമായി കണ്ട് 10, 20, 30, 40 വർഷമൊക്കെ ആയിട്ട് മുമ്പ് കണ്ട ആൾക്കാരെയൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു മനസ്സിലാകും. അതേപോലെ നമ്മൾ അപരിചിതമായ അല്ലെങ്കിൽ അപൂർവമായി കാണുന്ന വാക്കുകളും കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാം. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്ന് പറയും. സ്പീഡ് ലേണിംഗ്, സ്പീഡ് റീഡിംഗ് എന്നൊക്കെ പറയും. ഇതാ ഖീല ലഹും തആലൗ, ഇതാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, എന്ത് പറയപ്പെട്ടാൽ, തആലൗ എന്ന് പറയപ്പെട്ടാൽ. എന്തിലേക്ക് തആലൗ എന്ന് പറഞ്ഞാൽ ഇലാമ അൻസലല്ലാഹ്, അള്ളാഹ് ഇറക്കിയതിലേക്ക് വരൂ, വ ഇല റസൂൽ, റസൂലിലേക്ക്. അപ്പൊ ഇതെന്താണ്, ഒരു ഫിലോസഫിയാണ്, ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തത്തിൽപ്പെട്ട സംഗതിയാണ്. ഏത് സംഗതിയും നമ്മൾ ഇത് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, റസൂൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ചെന്നുകഴിഞ്ഞാവാത്താണ്, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറയണം. അതല്ല ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യല്ല, ശരിയായ ഈമാനുള്ളവരല്ല. അവയെ കപടവിശ്വാസികളാണ് എന്ത് പറയും, അല്ലെങ്കിൽ സത്യനിഷേധികൾ അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവർ ഇവരൊക്കെ പറയുന്നത് ഹസ്ബുന. ഹസ്ബുന എന്ന് പറഞ്ഞത് ഒരു പ്രയോഗമാണ്, നമുക്കത് ചിരപരിചിതമാണ്. ഹസ്ബി അല്ലാഹ്, ഹസ്ബി എന്ന് പറഞ്ഞാൽ എനിക്ക് മതി, ഹസ്ബുഹു അവന് മതി, ഹസ്ബുഹും അവർക്ക് മതിയാകും, ഹസ്ബുക നിനക്ക് മതിയാകും, ഹസ്ബി എനിക്ക് മതിയാകും, ഹസ്ബുന ഞങ്ങൾക്ക് മതിയാകും, അതേപോലെ ഹസ്ബുഹ അവർക്ക് മതിയാകും. ഹസ്ബ് എന്ന് പറഞ്ഞാൽ ഇനഫ് എന്നർത്ഥം, മതിയാകും.
ഹസ്ബുന. അപ്പൊ അതിന്റെ കൂടെ എന്തായിരിക്കും? അതിന്റെ മഫ്ഊലും ബിഹി ആയിട്ടായിരിക്കും, അതിനോട് എന്താ പറയുക, ചേർത്തിട്ടായിരിക്കും എന്ത് വരുന്നത്, ആർക്ക് മതിയാകും എന്ന സംഗതി ചേർത്തിട്ടായിരിക്കും വരിക. പിന്നെ എന്ത് മതിയാകും? ഹസ്ബുന ഞങ്ങൾക്ക് മതിയാകും. നമ്മൾ ഹസ്ബുന അള്ളാഹു എന്ന് പറഞ്ഞില്ലേ, അള്ളാഹ് ഞങ്ങൾക്ക് മതിയാകും. അപ്പൊ ഇവിടെ എന്താ? ഹസ്ബുന മാ വജദിന, ഞങ്ങൾ കണ്ടത് എന്താണോ അത് ഞങ്ങൾക്ക് മതിയാകും. മാ വജദിന അലൈഹി, ഏതൊന്നിന്റെ മേൽ ഞങ്ങൾ കണ്ടോ. ആരെ കണ്ട്? ആബാഅന. വജദയിലെ മഫ്ഊൽ ബിഹിയാണ് ആബാ. ആബാഅന ഞങ്ങളുടെ പിതാക്കന്മാരെ എന്ന് പറഞ്ഞാൽ പൂർവ്വപിതാക്കളെ, ഫോർ ഫാദേഴ്സിനെ ഞങ്ങൾ ഏതൊരവസ്ഥയിൽ കണ്ടോ അത് തന്നെ നിങ്ങൾക്ക് മതിയാകും എന്ന് പറയും സത്യനിഷേധികളും എന്താ പറയാ മുശ്രിക്കുകളും. അതേപോലെ ഇസ്ലാമിന്റെ പുറത്തുള്ളവരെല്ലാം പറയുന്നതാണ്, ഞങ്ങളുടെ ലീഡേഴ്സ് എന്ത് ചെയ്തോ അത് തന്നെ മതി, ഞങ്ങളുടെ നേതാക്കന്മാർ എന്ത് ചെയ്തോ അത് തന്നെ മതി, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ എന്ത് ചെയ്തോ അത് തന്നെ മതി. അവിടെ എന്താണ്? അവിടെ തികച്ചും തെറ്റായ ഒരു ചിന്താഗതിയാണ് ഉണ്ടായിത്തീരുന്നത്. കാരണം തെളിവ് സമർപ്പിക്കപ്പെട്ടാൽ ആ തെളിവ് ഫോളോ ചെയ്യുക എന്നതാണ് ഏതൊരു മനുഷ്യന്റെയും ബാധ്യത. പ്രത്യേകിച്ച് അള്ളയിലേക്കും റസൂലിലേക്കും നോക്കിയപ്പെട്ടാൽ, അള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം എന്താ? അവലൗ ആണെങ്കിലുമോ, അവ ലൗ ആണെങ്കിലുമോ, കാന ആബാഉഹും അവരുടെ പിതാക്കന്മാരായിരുന്നു, ആയിരുന്നുവെങ്കിലുമോ, അല്ലെങ്കിൽ ആയിരുന്നാലുമോ, അങ്ങനെ അവരുടെ പൂർവ്വപിതാക്കൾ ലാ യഅലമൂന ഷൈഅൻ, ഒരു വിവരവുമില്ലാത്തവർ, ലാ യഅലമൂന ഷൈഅൻ ഒരറിവും ഇല്ലാത്തവരായിരുന്നുവെങ്കിലോ, ഒരറിവും ഒന്നിനെ കുറിച്ചും അറിയാത്തവരായിരുന്നുവെങ്കിലോ, വലാ യഹ്തദൂൻ അവർ മാർഗദർശനം ലഭിച്ചവരും അല്ലാത്തവർ. അപ്പം എൽമുണ്ട്, മാർഗദർശനമുണ്ട്. എൽമ് ചിലപ്പം പ്രത്യക്ഷത്തിലുള്ള എൽമായിരിക്കും. ഹിദായത്ത് എന്ന് പറയുന്നത് വൈബിയായ സംഗതിയിൽ നിന്നും ഉണ്ടാകുന്ന അവബോധം, വിജ്ഞാനം, അതാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഉള്ള ഇൽമ് അവർക്കില്ലെങ്കിലോ, എന്നാലും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞു തന്നെയാണ് ശരി, അല്ലെങ്കിൽ അത് തന്നെ മതിയാകും എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും, ഇത് മറ്റൊരു ഫിലോസഫിയാണ്. അലൈക്കും അൻഫുസക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക. അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ ബാധ്യതയാണ്. അൻഫുസക്കും നിങ്ങളുടെ ആത്മാക്കളുടെ കാര്യം, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ബാധ്യതയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യം നോക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം നോക്കൽ നമ്മുടെ ബാധ്യതയല്ല, പ്രബോധനം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ അവര് ഹിദായത്തിലായി തീർന്നോ എന്ന് ഉറപ്പുവരുത്തൽ നമ്മളെ ബാധ്യതയല്ല. അതാ പറഞ്ഞില്ല. അതേസമയം നമ്മളെ ഹിദായത്തിലായോ എന്നത് ഉറപ്പുവരുത്തേണ്ടത് നമ്മളെ ബാധ്യതയാണ്. നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ, സ്വർഗത്തിന്റെ അവകാശിയായി തീർന്നോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മളെ ബാധ്യത. അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല, വഴി തെറ്റി ഏതെങ്കിലും ഒരാൾ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ ലാ യദുറുക്കും നിങ്ങളെ അത്, ലാ യദുറുക്കും മൻ, ലാ യദുറുവിന്റെ കർത്താവാണ് മൻ, വല്ല വഴിതെറ്റി, ഏതൊരുവൻ വഴിതെറ്റിയോ അവൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാണ്. ഇത് ഹിത്തദൈത്തും നിങ്ങൾ സന്മാർഗപ്രാപ്തരായാൽ, ഹിത്തദ സന്മാർഗം പ്രാപ്തരായി, സന്മാർഗം നേടിയവരായി. അങ്ങനെ നമ്മൾ സന്മാർഗത്തിൽ എത്തിപ്പെട്ടാൽ, സന്മാർഗം പ്രാപിച്ചവരായി, നേർമാർഗം പ്രാപിച്ചവരായി തീർന്നാൽ അവർ വഴിതെറ്റിയത് നമുക്ക് ബാധകമാകും. നമ്മളെ പ്രബോധനം ചെയ്തിട്ടുണ്ടെങ്കിലാണ്. ഇലല്ലാഹി മർജിഉക്കും ജമീഅൻ, അവരുടെയും നിങ്ങളുടെയും രണ്ടു കൂട്ടരുടെയും, ജമീഅ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രബോധനം ചെയ്തു അവരും നമ്മളും, മർജിഉക്കും അള്ളാഹിന്റെ അടുക്കിലേക്കാണ് മടക്കം. മർജിഅ നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം, ജമീഅൻ.
ഫയുനബ്ബിഉക്കും അവൻ നിങ്ങളെ അപ്പോൾ അവൻ നിങ്ങളോട് പറഞ്ഞു തരും. നബ്ബ അറിയിച്ചു, അവൻ നിങ്ങളെ അറിയിച്ചു തരും. നബഉൻ വിവരം, നബ്ബ അറിയിച്ചു. നബ്ബ എന്ന് പറഞ്ഞാൽ അൻബ എന്ന് പറഞ്ഞാലും ഒരാൾ. ബിമാ കുന്തും തഅമലൂൻ എന്തൊക്കെയായിരുന്നോ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിനെ കുറിച്ച്. വാട്ട് യു ഹാവ് ബീൻ ഡൂയിങ്. കുന്തും നിങ്ങൾ ആയിരുന്നു. ബിമാ കുന്തും തഅമലൂൻ. കാനയുടെ സംഭവങ്ങളാണ് ഇവിടെ. പക്ഷേ കാനി ഒന്നും കോംപ്ലിക്കേഷൻ അല്ലാത്ത രീതിയിലാണ് ഖുർആനിൽ മിക്കവാറും സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഷഹാദത്തു ബൈനിക്കും. ഇവിടെ മറ്റൊരു സംഗതി, പ്രധാനപ്പെട്ട സംഗതി പറയുക. ഷഹാദത്ത്, സാക്ഷ്യം വഹിക്കൽ, അതെപ്പോൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ പ്രാധാന്യം എന്ത്, അതിന്റെ സീരിയസ്നെസ് എത്രത്തോളമാണ്, ഗൗരവം എത്രത്തോളമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള സംഗതിയാണ്. പലപ്പോഴും നമ്മൾ കെയർലെസ് ആയിട്ട് വളരെ അഴകുഴമ്പൻ രീതിയിൽ വിട്ടുകളയുന്ന ചില സംഭവങ്ങളാണ്. ഷഹാദത്ത് ബൈനിക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം ആസന്നമായാൽ. മരണം ആസന്നമായാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഔസി എന്ന് പറയും. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെടുക്കുന്നതിന് മുമ്പ് അയാൾക്ക് ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ സാധാരണ അവരോട് പറയാറുണ്ടായിരുന്നു എന്നാണ്. ഔസി, എന്തെങ്കിലും താങ്കൾ വസിയ്യത്ത് ചെയ്യുന്നുണ്ടോ, വസിയ്യത്ത് ചെയ്യുക. വസിയ്യത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വസിയ്യത്ത് ചെയ്യാനുള്ള സമയമാണിത്. അങ്ങനെ വസിയ്യത്ത് മരണമാസന്നമായാൽ ഇത് അഹദറ അഹദകുമുൽ മൗത്ത് ഹീനൽ വസിയ്യത്തി. ഹീന എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ്, ആ സമയത്ത്. അൽ ഹീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ഹീനൽ വസിയ്യത്തിന്റെ വസിയ്യത്തിന്റെ സന്ദർഭത്തിൽ. ഹീന മൗത്തിഹ എന്നൊക്കെ പറയും, മരണത്തിന്റെ സന്ദർഭത്തിൽ, അതിന്റെ ആത്മാവിന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ. ഹീനൽ വസിയ്യത്തി, വസിയ്യത്തിന്റെ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ഷഹാദത്ത്, സാക്ഷ്യം വഹിക്കണം. ആര് സാക്ഷ്യം വഹിക്കണം? ഇസ്നാനി, രണ്ടുപേർ. അപ്പൊ ഇസ്നാനി എന്ന് പറഞ്ഞത് ഇവിടെ റഫ് ചെയ്യപ്പെട്ടതാണോ, നസ്ബ് ചെയ്യപ്പെട്ടതാണോ, ജർ ചെയ്യപ്പെട്ടതാണോ? എങ്ങനെയറിയാം? ജർ ചെയ്യപ്പെട്ടത്. നൂന്റെ കസർ ഉള്ളതുകൊണ്ട് ജർ ചെയ്യപ്പെട്ടത് അല്ലേ? അഡ്വാൻസ്ഡ് ഡിപ്ലോമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ കോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ. ഇസ്നാനി എന്ന് പറഞ്ഞാല് റഫ് ചെയ്യപ്പെട്ടതാണ് കേട്ടോ. ഇസ്നാനി, ആനി എന്നെന്താണ്? റഫ് ചെയ്യപ്പെട്ടതാണ് ഇസ്നാനി. വലദാനി, സാലിഹാനി, മുഅ്മിനാനി ഒക്കെ എന്താണ്? റഫ് ചെയ്യപ്പെട്ടതാണ്. നസ്ബ് അല്ലെങ്കിൽ ജർ ചെയ്യപ്പെട്ടാൽ ഇസ്നൈനി എന്ന് പറയും. ഇസ്നൈനി. ശരിയായോ? സംശയമൊന്നുമില്ലല്ലോ. എങ്ങനെ ഇസ്നത്താനിയാണ്? എന്താണ് അത് വസിയത്തിന്റെ എന്തായിട്ടാ വന്നിരിക്കുന്നത്? വസിയത്തുമായിട്ട് എന്താണ് ഇസ്നാനിക്ക് ബന്ധം? ഇസ്നാനിക്ക് വസിയത്തുമായിട്ട് ബന്ധമൊന്നുമില്ല. ഷഹാദത്ത് ബൈനിക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് ഹീനൽ വസിയ്യത്തി ഇസ്നാനി. രണ്ടുപേർ എന്ത് ചെയ്യണം? ഷഹാദത്ത് ചെയ്യണം. ഷഹാദത്ത് ബൈനിക്കും അലൈക്കും മൻ തഷ്ഹദു ഇസ്നാനി എന്നാണ്. രണ്ടുപേർ, തഷ്ഹദ ഇസ്നാനി, നിങ്ങളിൽ രണ്ടുപേർ സാക്ഷ്യം വഹിക്കുന്നത് നിങ്ങൾക്ക് എന്താണ്? നിർബന്ധമാണ്. അപ്പൊ നിങ്ങൾക്ക് നിർബന്ധമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷഹാദത്ത് ബൈനിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അത് നിർബന്ധമായ സംഗതിയാണ് എന്ന് വിശ്വാസികളോട് പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ആ വിശ്വാസികളിൽ ആരാണ് സാക്ഷ്യം വഹിക്കേണ്ടത്? ഒരാൾ പോരാ, രണ്ടുപേര് വേണം, രണ്ടിലധികം വേണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഇസ്നാനി എന്ന് പറഞ്ഞത്. ഇസ്നാനി സവാ അദിലിൻ. അപ്പൊ സവാ അദിലിൻ എന്നുള്ളത്, സവാ എന്നത്
റഫ് ചെയ്യപ്പെട്ടതാണോ ജെർ ചെയ്യപ്പെട്ടതാണോ അല്ല നെസ്ബ് ചെയ്യപ്പെട്ടതാണോ? നസ്ബ്. എങ്ങനെ അറിയാം നെസ്ബ് ചെയ്തെന്ന്? അല്ലെങ്കിൽ ജവാ സവു രണ്ട് സവു അല്ലേ? സവി സവാ അപ്പൊ ദവി ദവ ദവു വരുമ്പോ എന്തായി? ദവി വരുമ്പോ എന്തായി? സവാന്ന് വന്നപ്പോൾ മൻസൂബ്. പിന്നെ എപ്പോഴാണ് പിന്നെ ദവൈ എന്ന് വരുന്നത്? ദവൈ വരുന്ന എപ്പോഴാ? കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇത് വന്നെന്നാ എന്റെ ഓർമ്മ. റഫ് ചെയ്യുമ്പോ റഫ് ചെയ്യുമ്പോ എന്ത് വരും? ദവൈ എന്ന് ദവൈ വരും. ആ അതെങ്ങനെയാ വരുന്നത്? വാ റഫ് ചെയ്യുമ്പോ യാ വരുന്നത് എങ്ങനെയാണ്? വാ കൊണ്ട് റഫ് ചെയ്യാ. ദവൈ എന്ന് പറയുമ്പോ വാ കൊണ്ടാണ് റഫ് ചെയ്യുന്നത്. അല്ല അപ്പൊ സബൂന്നല്ലേ സബൂന്ന് വരിക? വരും. വരിക? സബു വരും അപ്പൊ. ജവാണ്. ഇസ്നാനി സവാനി എന്നാണ് കേട്ടോ. പക്ഷെ ഈ ദാദി ദൂവിന്റെ ആനി എന്ന് പറയുന്ന രൂപം എവിടെയും കാണൂല. കാരണം മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞു എന്റെ ഓർമ്മ. കാരണം അത് എപ്പോഴും ഇലാഫത്ത് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്. ശരിയാണ്. അതെപ്പോഴും ഇലാഫത്ത് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അതിന്റെ ഞാ കാണൂല. ദവൂന എന്നാണ് ശരിക്കും വേണ്ടത് ബഹുവചനം വരുമ്പോ. പക്ഷെ ഞാ ഉണ്ടാവില്ല. കാരണം ദാദീദു എപ്പോഴും ഇലാഫത്ത് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇസ്നാനി ദവാനി. ഈ ഇസ്നാനിയുടെ വിശേഷണമാണ് ദവാനി. ഇസ്നാനി രണ്ടുപേർ സാക്ഷ്യം വഹിക്കണം. എങ്ങനെയുള്ള രണ്ടുപേരാണ്? ദവാ അദിലിൻ. അപ്പൊ നീതി ഉള്ളതായ, അതിന് നീതി. ദവാ അദിൽ എന്ന് പറഞ്ഞാൽ നീതിയുള്ളതായ രണ്ടുപേർ. ദവാനി അതിൽ നിന്നാണ് നീ പോയത്. അതിലൂടെ ഈ ദവാനിയുടെ ഫെമിനിൻ അപ്പൊ എന്താണ്? സ്ത്രീലിംഗം. ദാത്താനി ഇസ്നത്താനി ഇല്ലേ? സാത്താനി സാത്തൈനി സാത്തൈ. അപ്പൊ എന്താണ്? ദവാത്തി എന്നല്ലേ വരിക? ദാത്ത് ദവാത്ത്. ദാത്താണ് വരുന്നത്. ദാത്ത് ദവാത്ത്. ദാത്താനി. ഓക്കെ. ദവാ അദിലിൻ മിൻകും. നിങ്ങളിലുള്ള നീതിമാന്മാരായ രണ്ടുപേര് സാക്ഷ്യം വഹിക്കണം. ഔ ആഖറാനി. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഷഹാദത്ത് ബൈനിക്കും ഇദാ ഹദറ അഹദക്കും മൗതു ഹീനൽ വസിയത്തി ദവാ അദിലിൻ മിൻകും. മിൻകും എന്ന് പറഞ്ഞാൽ മിൻകും യാ അയ്യുഹൽ മുഅ്മിനൂൻ. മുഅ്മിനുകളായ രണ്ടുപേർ. നിങ്ങളിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ അല്ലയോ വിശ്വാസികളെ, നിങ്ങളിൽപ്പെട്ടതായ രണ്ടുപേരാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ വിശ്വാസികളുടെ കൂട്ടത്തിലല്ല. അവിടെ വിശ്വാസികളാരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഔ ആഖറാനി. അല്ലെങ്കിൽ രണ്ടുപേർ. അപ്പൊ ആഖറാനി റഫ് ചെയ്യപ്പെട്ടതാണോ നെസ്ബ് ചെയ്യപ്പെട്ടതാണോ ജർ ചെയ്യപ്പെട്ടതാണോ? ആനി എവിടെ കണ്ടാലും റഫ് ചെയ്യപ്പെട്ടതാണ്. ഐനി ആണെങ്കിൽ മാത്രമേ ജറാണോ നെസ്ബാണോ എന്ന് നോക്കേണ്ടതുണ്ട്. ഔ ആഖറാനി. കാരണം ഇവിടെ ഷഹാദത്ത് ചെയ്യുന്ന ഇന്നതിന്റെ കർത്താവാണ് ആയിട്ടാണ് രൂപത്തിലാണ് വരിക. അതിന്റെ ഘടനയിലാണ് വരുന്നത്. ഔ ആഖറാനി. അല്ലെങ്കിൽ മറ്റു രണ്ടുപേർ. മീൻ ഗൈരിക്കും. നിങ്ങൾ അല്ലാത്തവരിൽപ്പെട്ട. അപ്പൊ അഹ്ലുൽ കിതാബുകാരാകാം, അല്ലാത്തവരാകാം. രണ്ടുപേര് സാക്ഷി വേണം. എപ്പോഴ്? ഇന്നൻതും ലറബത്തും ഫിൽ അർദി. ലറബ ഫീ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കും. ലറബ മസലൻ എന്ന് പറഞ്ഞാൽ ഓക്കെ. മിൻ ഗൈരിക്കും ഇൻ അൻതും ലറബത്തും ഫിൽ അർദി. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചാൽ അസാബത്കും മുസീബത്തുൽ മൗത്ത്. അങ്ങനെ സഞ്ചാരത്തിനിടയിൽ നിങ്ങൾക്ക് മുസീബത്തുൽ മൗത്ത്, മരണത്തിന്റെ ആപത്ത് ബാധിച്ചാൽ. അപ്പൊ എന്തിനാണ് പറഞ്ഞത് അത്? ആഖറാനി മിൻ ഗൈരിക്കും. നിങ്ങൾ അല്ലാത്ത രണ്ടുപേർ സാക്ഷ്യം വഹിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചത്. ആഖറാനി അതേ സന്ദർഭത്തിലാണ്. നിങ്ങൾ യാത്രയിലായിരിക്കുകയോ അങ്ങനെ യാത്രയിലായിരിക്കുമ്പോൾ മരണമാസന്നമായാൽ വിശ്വാസികളായ ആരെങ്കിലും ഇല്ലെങ്കിൽ, രണ്ടുപേര് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം?
നിങ്ങളല്ലാത്ത രണ്ടുപേരായാലും മതി. അഹ്റാനി മിതായിരിക്കും ഇൻ അന്തും നറബത്തും മുസീബത്തുൽ മൗത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും എന്ത് വേണം? 2 പേരുടെ സാന്നിധ്യത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? അയാൾ വസിയത്ത് പറയുന്നത്. അപ്പൊ അയാളുടെ വസിയത്ത്, നിങ്ങൾ എന്തെങ്കിലും വസിയത്ത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, വസിയത്ത് കേൾക്കാൻ ആര് വേണം? നിങ്ങൾ വെയിറ്റ് ചെയ്ത് 2 പേരെ കൊണ്ടുവരട്ടെ എന്ന് പറയണം. കൊണ്ടുവന്നിട്ട് 2 പേര് കേൾക്കാണ് പറയേണ്ടത്. അസാബത്തുക്കും മുസീബത്തുൽ മൗത്ത്. അവിടെ എന്ത് ചെയ്തു? ആ ഒരു പോയിന്റ് അവിടെ തീർന്നു. തഹ്ബിസൂനഹുമാ മിൻ ബഅദി സ്വലാത്തി. ഇനി ആരായിരുന്നാലും എന്ത് ചെയ്തു? തഹ്ബിസൂനഹുമാ മിൻ ബഅദി സ്വലാത്തി. ഇത് വിശ്വാസികളുടെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? നമസ്കാര സന്ദർഭത്തിൽ കൊണ്ടുവരേണ്ട സംഗതി വരുള്ളൂ. അപ്പൊ തഹ്ബിസൂന ഹുമ, ആ 2 പേരെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഹബസ യഹ്ബിസു, തടഞ്ഞു വെച്ചു എന്നാണ്. അവരെ പിടിച്ചു നിർത്തണം. തഹ്ബിസൂനഹുമ, നിങ്ങൾ അവരെ പിടിച്ചു നിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അവരെ പിടിച്ചു നിർത്തണം. മിൻ ബഅദി സ്വലാത്തി, നമസ്കാര ശേഷം. ഫയുഖ്സിമാനി ബില്ലാഹ്, നമസ്കാരത്തിന് ശേഷം എന്ന് പറഞ്ഞിടത്ത് പണ്ഡിതന്മാർ ഏത് നമസ്കാരത്തിന് ശേഷം എന്നൊക്കെ പറയുന്നുണ്ട്. അത് അസർ നമസ്കാരത്തിന് ശേഷം എന്നൊക്കെയാണ് പ്രമുഖമായ അഭിപ്രായം. കാരണം അതൊരു നല്ല സമയമാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്ന സമയമാണ്. പിന്നെ നമസ്കാരം അസ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞത് അത് പ്രധാനപ്പെട്ട നമസ്കാരമാണ് എന്നൊക്കെയുള്ള കൗലുണ്ട്. എന്തായിരുന്നാലും ഒരു നമസ്കാരത്തിന് ശേഷം അവരെ നിർത്തണം. അപ്പൊ എന്താണ് ആ നമസ്കാരം? എന്താണ് നമസ്കാര യഥാർത്ഥത്തിൽ എന്താണ്? നമസ്കാരം കൊണ്ട് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അയാൾ ശുദ്ധമായ അവസ്ഥയിലാണുള്ളത്. അപ്പൊ അയാൾ ഒരു നമസ്കാരത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഗൗരവം ഉണ്ടാവും അയാൾക്ക്. തഹ്ബിസൂനഹുമാ മിൻ ബഅദി സ്വലാത്തി ഫയുഖ്സിമാനി ബില്ലാഹി, അവരെന്ത് ചെയ്യണം? സത്യം ചെയ്യണം. അതെപ്പോഴാണ്? ഇനിർത്തബത്തും, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലാണ്. ഈ സാക്ഷികൾ, ഇവൻ നല്ല സാക്ഷിയാണോ, കൊള്ളാവുന്ന സാക്ഷിയാണോ, ഇയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലാണ് അയാളെ നമസ്കാരത്തിന് ശേഷം പിടിച്ചു നിർത്തി അയാളെ സത്യം ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ടായി. നേരത്തെയും പറഞ്ഞ കാര്യം, കാരണം പിന്നീടാണ് പറഞ്ഞത്. എനിക്കും ആഹ്റാനി പറഞ്ഞല്ലോ. ആഹ്റാനി മിൻ ഗൈരിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നന്തും തറബത്തും ഫസാബത്തും മുസീബത്തും മൗത്തും പറഞ്ഞു. നിങ്ങൾ അങ്ങനെ യാത്രയിലാണെങ്കിൽ, നിങ്ങൾ യാത്രയിലായിരിക്കാനാണ് മാസന്നായാൽ എന്ത് ചെയ്യണം? 2 പേരെ, നിങ്ങൾ അല്ലാത്ത 2 പേരെ എന്ത് ചെയ്യാം? സാക്ഷിയാക്കാം. അതേപോലെയാണ് തഹ്ബീസുനഹുമാ മിൻ ബഅദി സ്വലാത്തി ഫയഖ്സിമാനി ബില്ലാഹി ഇനിർതബതും, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ. ഇനി അവരെന്താ പറയേണ്ടത്? ലാ നഷ്തരി ബിഹി സമനൻ, തുച്ഛമായ വിലയ്ക്ക്. ഈ തുച്ഛമായത് എങ്ങനെ കിട്ടിയത്? സമന് എന്ത് ചെയ്തിരിക്കുകയാണ്? പിന്നെ മാറൂഫ് അല്ലാതെ പറഞ്ഞിരിക്കുകയാണ്, നെക്കിറയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മാരിഫ അല്ലാതെ, മാറൂഫ് അല്ല, മാരിഫ അല്ലാതെ പറഞ്ഞിരിക്കുക, നെക്കിറയായിട്ട് പറഞ്ഞിരിക്കുക. അല ഹയാത്തിന് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു അൽ ഇമ്രാനിൽ, ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു ജീവിതം എന്ന്. അതേപോലെയാണ് ഇവിടെ ലാ നഷ്തരി ബിഹി സമനൻ, ഏതെങ്കിലും ഒരു വിലയ്ക്ക് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യില്ല, അത് വിൽക്കൂല. ഈ പ്രതിജ്ഞയെ, ഈ സാക്ഷ്യത്തെ ഞങ്ങൾ വിൽക്കുകയില്ല. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇതിനെന്ത് ചെയ്യില്ല, ഇത് കള്ളസത്യം ചെയ്യുകയില്ല, അല്ലെങ്കിൽ കള്ളമായി ഞങ്ങൾ പറയുകയില്ല എന്ന് അർത്ഥമാണ്. ലാ നഷ്തരി ബിഹി സമനൻ വലൗ കാന ദാ ഖുർബ. വലൗ കാന ദാ ഖുർബ എന്ന് പറഞ്ഞാൽ അത് അടുത്ത ബന്ധുവിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും, ഒരു അടുത്ത ബന്ധുവിന്റെ കാര്യമാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുന്നത് അടുത്ത ബന്ധുവിന് എതിരാണെങ്കിൽ, അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ, അതായത് അയാള് എന്ത് ചെയ്യുന്നു, സത്യം ചെയ്യുന്നത് കൊണ്ട് എന്റെ അടുത്ത ബന്ധുവിന് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യില്ല, കള്ളസത്യം പറയുകയില്ല. അല്ലെങ്കിൽ ഒരു അടുത്ത ബന്ധുവിന് ദ്രോഹമാണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യൂല, സത്യമേ പറയുകയുള്ളൂ. വലൗ കാന ദാ ഖുർബ.
വലാ നക്തുമു ഷഹാദത്ത് അല്ലാഹ്, അള്ളാന്റെ പേരിലുള്ള ഷഹാദത്തിനെ ഞങ്ങൾ മറച്ചു വെക്കുകയില്ല. ലാ നക്തുമു ഷഹാദത്ത് അല്ലാഹ് ഇന്നാ ഇദല്ല മിനൽ ആസിമീൻ. ആസിമീൻ എഴുതിയിരിക്കുന്നത് കണ്ടായിരുന്നു. ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ എഴുതുമ്പോൾ ഈ മദീന പ്രിന്റിന്റെ ഇതേ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ മലബാർ പ്രിന്റ് ഒക്കെ വിട്ടിട്ട് മദീന പ്രിന്റ് ഒക്കെ വളരെ എന്താ പറയാ, ഒരു കാലത്ത് വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. മദീന പ്രിന്റ് വേണോ മലബാർ പ്രിന്റ് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് വിഭാഗം തമ്മിൽ ഭയങ്കര ചർച്ചയായി. രണ്ട് വിഭാഗവും വളരെ രൂക്ഷമായി അതിനെന്ത് ചെയ്തിട്ടുണ്ട്, വിമർശിക്കുകയും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു മലബാർ പ്രിന്റ് തന്നെ വേണം, കുറച്ച് ആൾക്കാർ പറഞ്ഞു മദീന പ്രിന്റ്, ഇതുപോലുള്ള പ്രിന്റ് വേണം. മുസ്ലിങ്ങൾ തന്നെ, കേരള മുസ്ലിങ്ങൾ. കേരളം എന്ന് പറഞ്ഞാൽ നമ്മളെ കുളത്തിനകത്തുള്ള കിണറ്റിനകത്തുള്ള വട്ടമാണ് പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇതിൻ്റെതായ ഒരു പാരായണ രീതിയുണ്ട്, എഴുത്ത് രീതിയുണ്ട്. ആസിമീൻ അവിടെ നീട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആസിമീൻ എഴുതിയിരിക്കുന്നത് അലിഫ് ലാമിന്റെ, അഥവാ ലാം അലിഫ് ഉണ്ട്, അലിഫ് ലാമിന്റെ ലാം അലിഫ്. ലാം അലിഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വരെ ലാമിന്റെയും രണ്ടാമത്തെ വരെ അലിഫിന്റേതും. അപ്പൊ ലാമിന്റെ മുകളിലാണ് സുക്കൂനുള്ളത്, മിനൽ. അപ്പൊ അല്ലിന്റെ മുകളിൽ സുക്കൂനുണ്ട്. പിന്നെന്തുണ്ട്? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ അക്ഷരം ഉള്ളത്? അത് കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? ഹംസാണ് ഇവിടെ ഉള്ളത്, ഹംസ്. ആ ഹംസ് കഴിഞ്ഞിട്ടാണ് പിന്നെ അലിഫ് ഉള്ളത്. അപ്പൊ ലാം അലിഫിന്റെ മധ്യത്താണ് ഹംസ് ഉള്ളതെങ്കിൽ ഹംസ് കഴിഞ്ഞിട്ട് ദീർഘമുണ്ട്, നീട്ടുണ്ട്. ആ ലാം അലിഫിന്റെ അലിഫിന്റെ മുകളിലാണ് ഹംസ് ഉള്ളതെങ്കിൽ അവിടെ നീട്ടില്ല. അവിടെ എന്താണ്? അവിടെ ഹംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ രണ്ട് ലാമിന്റെയും അലിഫിന്റെയും ഇടയിലാണ് ഹംസ് ഉള്ളത്. അപ്പൊ എന്ത് വേണം? നീട്ടണം. ലമിനൽ ആസിമീൻ. മലബാർ പ്രിന്റിലാണെങ്കിൽ നമ്മൾ ലാം അലിഫിന്റെ മുകളിൽ നീട്ട് പത്രം ഉണ്ടാവും, തലകുത്തനെയുള്ള പത്രം ഉണ്ടാവും. ലമിനൽ ആസിമീൻ. ഇതെല്ലാം പണ്ഡിതന്മാർ അംഗീകരിച്ച് എഴുത്ത് തന്നെയാണ് കേട്ടോ. രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ രണ്ടിനെയും വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം പണ്ഡിതന്മാർ അംഗീകരിച്ച ഖുർആൻ സ്ക്രിപ്റ്റ്, അംഗീകൃത ഖുർആൻ സ്ക്രിപ്റ്റ് ആണ്. ഈ മലബാർ പ്രിന്റിന്റെ മുമ്പൊരു ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്, ബദിഉൽ സമാൻ സയ്യിദ് നൂർസിയുടെ കയ്യൊപ്പുള്ള ഖുർആന്റെ പ്രതി ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ബദിഉൽ സമാൻ അറിയാം, 20ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് സയ്യിദ് നൂർസി, തുർക്കിയിലെ. അപ്പോ അദ്ദേഹത്തിന്റെ കയ്യൊപ്പുള്ള ഖുർആൻ പ്രതി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ നാട്ടിലുള്ള എഴുത്ത്, ആ രീതിയിലുള്ള എഴുത്തുള്ള മുസ്തഫാണ് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്റെ മുസ്തഫിൽ ഇങ്ങനെയല്ല ഉള്ളതെന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം, വായിക്കുമ്പോഴേ അതിന്റെ എഴുത്തിന്റെ ശൈലിയിലൊക്കെ. അപ്പൊ എന്റെ അടുത്ത് ഇന്ത്യൻ മുസ്തഫാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് അതിനോട് കുറച്ച് അസഹ്യത ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് അതെല്ലാം മാറ്റിയതാണ്. അപ്പൊ എങ്കിലും എന്ത് ചെയ്തു, ഞാനത് കൊണ്ടുപോയിരുന്നു. പക്ഷെ അത് ലാഹോർ പിന്നെ മദ്രാസ് പ്രിന്റ് ആയിരുന്നു. എന്തായിരുന്നാലും അങ്ങനെ ഞാനന്ന് ഏത് പള്ളിയിൽ പോയാലും ഈ എഴുത്ത് ശ്രദ്ധിക്കും. അവിടെല്ലാം പിന്നെ സൗദി അറേബ്യയിൽ ഔപചാരികമായി പ്രിന്റ് ചെയ്യുന്ന മുസ്തഫ് മാത്രമേ ഉള്ളത് കൊണ്ട് മിക്കവാറും പള്ളികളിലെല്ലാം അത് തന്നെ ആയിരിക്കും ഉണ്ടാകുക. അതേസമയം ചില പള്ളികളിലെങ്കിലും പഴയ പ്രിന്റുള്ള മുസ്തഫ്, മുൻകാലങ്ങളിൽ പ്രിന്റ് ചെയ്ത മുസ്തഫുള്ള പള്ളികളുണ്ടായി. അപ്പൊ അതിൽ നിന്നും എനിക്ക് സയ്യിദ് നൂർസിയുടെ മുസ്തഫ്, കയ്യൊപ്പുള്ള മുസ്തഫ്, അത് സൗദി അറേബ്യയിൽ തന്നെ പ്രിന്റ് ചെയ്തതായിരുന്നു. മുമ്പ് അങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തായിരുന്നാലും അങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇന്ന ഇതല്ല മിനൽ ആസിമീൻ. രണ്ടുപേരും ചെയ്യാനില്ല, കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ എന്താണ്, ഞങ്ങൾ അങ്ങനെ ഷഹാദത്തിനെ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ തുച്ഛമായ വിലയ്ക്ക് അതിനെ വിൽക്കുകയോ ചെയ്താൽ ഞങ്ങൾ എന്താവും? അക്രമികൾ, പാപികളായിത്തീരും. ഫഇൻ ഉസിറ, അസറ അല എന്ന് പറഞ്ഞാൽ അസറയുടെ കൂടെ പ്രിപ്പോസിഷനാണ് അല. അസറ അല എന്ന് പറഞ്ഞാൽ വജദ എന്നാണ് അതിന്റെ അർത്ഥം. വജദ കണ്ടു, വെളിപ്പെട്ടു എന്ന് പറയാം.
ഇവിടെ എന്താണ് ഫഇൻ ഉസിറ വുജിദ എന്നർത്ഥം എന്ന് പറയുന്ന പോലെ കാണപ്പെട്ടു. ഫഇൻ ഉസിറ അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ടു അല്ലെങ്കിൽ വെളിവായി. ഫഇൻ ഉസിറ വെളിവായാൽ അല അതിന്റെ കൂടെ ഉള്ളതാണ്. അന്നഹുമാ ഇസ്തഹഖാ ഇസ്മൻ. അന്നഹുമാ രണ്ടുപേര്, ഈ സാക്ഷികളായ രണ്ടുപേർ ഇസ്തഹഖാ ഇസ്മൻ. ഇസ്തഹഖ എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് ഹക്കുള്ളവരായി തീർന്നു, അവകാശികളായി തീർന്നു. എന്തിന് അവകാശികളായി തീർന്നു? ഇസ്മിന്. അവർ പാപത്തിന് അവകാശികളായി തീർന്നു എന്ന് പറഞ്ഞാൽ അവർ സ്വയം പാപികളായി തീർന്നു. അവർ സ്വയം പാപികളായി തീർന്നു പറഞ്ഞാൽ അവർ സ്വയം എന്താണ്? തെറ്റ് ചെയ്യുന്നവരാണ്. അഥവാ ഈ കാര്യത്തിൽ അവര് ഷഹാദത്തിന്റെ കാര്യത്തിൽ അവരെന്താണ്? അവരെന്തോ വഞ്ചന ചെയ്യുന്നുണ്ട് എന്ന് വെളിപ്പെട്ടാൽ ഇവിടെ അവരുടെ ജീവിതത്തിന്റെ പാപം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇസ്തഹഖ ഇസ്മൻ എന്ന് പറഞ്ഞാൽ അവർ ഈ ഷഹാദത്തിൽ അവർ വഞ്ചന കാണിച്ചു. ഈ സത്യം ഈ സാക്ഷ്യം വഹിച്ച കാര്യത്തിൽ അവർ പറഞ്ഞതുപോലെ അല്ല, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവർ സാക്ഷ്യം വഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതിയിൽ അവർ പറയുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ എന്താ പറഞ്ഞത്? ഇവർ ചെയ്യാൻ പോണത് ഈ സാക്ഷികളെക്കാൾ നല്ല സാക്ഷികൾ ഇനി വരാൻ പോകുന്നു എന്നാണ് പറയാൻ പോണത്. അപ്പൊ അതിനെന്താ അള്ളാഹ് ഉപയോഗിച്ച സംഗതി? ഇസ്തഹഖ ഇസ്മൻ. അവർ പാപികളായി തീർന്നു എന്നാണ്. അവർ സ്വയം പാപികളായി തീർന്നു എന്നാണ്. അപ്പൊ ഒരു സത്യം ചെയ്യൽ അല്ലെങ്കിൽ എന്താണ് സാക്ഷ്യം വഹിക്കൽ എന്താണ്? യഥാർത്ഥത്തിൽ ഗൗരവമുള്ള ഒരു സംഭവമാണ്. അത് തെറ്റിനാണ് സാക്ഷ്യം വഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് തെറ്റായിട്ടാണ് സാക്ഷ്യം വഹിക്കുന്നതെങ്കിൽ, തിന്മയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സത്യത്തിന് വിരുദ്ധമായിട്ടാണ് സാക്ഷ്യം വഹിക്കുന്നതെങ്കിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുന്നത് ശരിയല്ല എങ്കിൽ എന്താണ്? അവൻ യഥാർത്ഥത്തിൽ പാപിയായി തീരുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ, അങ്ങനെ അവർ തെറ്റ് ചെയ്തവരാണ്, അവരുടെ സാക്ഷ്യം ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ആഹറാനി, അപ്പൊ എന്ത് വേണം? വേറെ രണ്ടുപേർ വരണം. യഖൂമാനി, അവരെഴുന്നേറ്റ് നിൽക്കണം. മഖാമഹുമ, മറ്റേ രണ്ടുപേരുടെ സ്ഥാനത്ത്. മിനല്ലദീന ഇസ്തഹഖ അലൈഹിം. അപ്പൊ ഇസ്തഹഖ അല, നേരത്തെ എന്താണ്? ഇസ്തഹഖ ഇസ്മൻ. ആ രണ്ടുപേർ പാപികളായി തീർന്നു. ആർക്കെതിരിലാണ് അവർ സാക്ഷ്യം വഹിച്ചത്? അതേരെയാണ് ഇസ്തഹഖ അലൈഹിം എന്ന് പറഞ്ഞത്. ഇവർക്കെതിരെ ആരുടെ അവകാശമാണോ നഷ്ടപ്പെടുന്നത് അവരിൽ നിന്നും, ഏതൊരു കൂട്ടരുടെ അവകാശമാണോ, ഏതൊരു വിഭാഗത്തിന്റെ അവകാശമാണോ ഹനിക്കപ്പെടുന്നത് അവരിൽ നിന്നും രണ്ടുപേര് എഴുന്നേറ്റിരിക്കണം. നമ്മളിപ്പോ പ്രതിപക്ഷത്ത് നിന്നും ഭരണപക്ഷത്ത് നിന്നൊക്കെ പറയില്ലേ, ഇപ്പൊ JPC എന്നൊക്കെ പറയുക. JPC എന്ന് പറഞ്ഞാൽ എന്താ? JPC അറിഞ്ഞില്ലേ? JPC ചർച്ച ചെയ്യാൻ പോകുന്നു. JPC, ജോയിന്റ് പാർലമെന്ററി കമ്മീഷൻ. ഭരണപക്ഷത്തു നിന്നും ഈ പ്രതിപക്ഷത്തു നിന്നുള്ള MP-മാര് ഉണ്ടാകും. അതിന് രണ്ടും കൂടെ ചർച്ച ചെയ്യണമെന്നാണ്. പക്ഷെ പലപ്പോഴും എന്ത് സംഭവിക്കില്ല, ഇവർക്ക് പറയാനുള്ള അവസരമൊന്നും ഉണ്ടാവില്ല പ്രതിപക്ഷത്തിന്റെ ആൾക്കാർക്ക്. ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന അതാണ്. വഖഫ് ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പറഞ്ഞു. ചർച്ച ചെയ്തപ്പോഴത്തേക്ക് ഇപ്പൊ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു MP പറഞ്ഞു, ഞങ്ങൾക്ക് അവകാശമൊന്നും, ഞങ്ങൾക്ക് അത് പറയാൻ വേണ്ടിയുള്ള ഇതൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ചാടി പിടിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരുടെ എന്ത് ചെയ്യണം? നേരത്തെ സാക്ഷ്യം വഹിച്ച ആരുടെ അവകാശമാണോ അയാൾ തെറ്റായി സാക്ഷ്യം വഹിച്ചത് കൊണ്ട് ഇല്ലാതായി തീരുന്നത്, ആ കൂട്ടരിൽ നിന്നുള്ള വേറെ രണ്ടുപേർ എഴുന്നേറ്റേക്കാം. ഇസ്തഹഖ അലൈഹിം, ഏതൊരു കൂട്ടർക്ക് എതിരിലാണോ അയാള് പാപിയായി തീർന്നത്. അലൈഹിമുൽ ഔലയാനി, ഏറ്റവും അടുത്ത. ഔല എന്ന് പറഞ്ഞാൽ ഏറ്റവും അർഹതപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടുത്തത്. അങ്ങനെയുള്ള രണ്ടുപേർ ഔലയാനി. ഫയുഖ്സിമാനി, അവർ രണ്ടുപേരും സത്യം ചെയ്യണം. ബില്ലാഹി, അള്ളാന്റെ പേരിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? അവര് പറയണം,
ഇല്ല ഷഹാദത്തുന, തീർച്ചയായും ഞങ്ങളുടെ ഷഹാദത്ത് അഹക്കു, ഏറ്റവും ന്യായമായതാണ്. ഏറ്റവും ഹക്കിന്റെ സൂപ്പർലേറ്റീവ് ആണ് അഹക്ക്, ഏറ്റവും യാഥാർത്ഥ്യമാണ്. മിൻ ഷഹാദത്തിഹിമ, നേരത്തെ സാക്ഷ്യം വഹിച്ച രണ്ടുപേരുടേക്കാൾ. വമഅ്തദൈന, ഞങ്ങൾ എഴുത്തതി പരിധി ലംഘിച്ചു, ഞങ്ങൾ ഒരു തെറ്റും ഒരു അതിക്രമവും കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ കാണിക്കുന്നില്ല. ഇന്ന ഇതല്ല മിനൽ ആസിമീൻ, അങ്ങനെ ഞങ്ങൾ തെറ്റ് ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ പാപികളായി തീരും. മിനൽ ളാലിമീൻ, അക്രമികൾ പെട്ടുപോകും. ഇത് ചെയ്യണം. എന്തെല്ലാം സംഗതി പറഞ്ഞു, എത്ര സാക്ഷ്യം തന്നു? വിശ്വാസികളായ രണ്ടുപേരെ സാക്ഷ്യം വഹിക്കണം. നമ്മൾ നോക്കുമ്പോൾ സിമ്പിളായ ഒരു സംഗതിയാണ്, പക്ഷെ അതിന്റെ ഗൗരവമാണ് നമുക്ക് ബോധ്യപ്പെടുത്തിയത്. അത് നമ്മൾ ചെയ്യേണ്ട സംഗതികൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതിരുന്നാൽ പിന്നീട് അയാൾ മരിച്ചുപോയി, പിന്നീട് എന്ത് ചെയ്യും? അയാളുടെ അവകാശികൾ തമ്മിൽ കോടതി കയറലും വാക്ക് തർക്കവും അടിപിടിയും അക്രമവും, പിന്നെന്തായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അടിയും വഴക്കുമായി പരസ്പരം കൊല്ലും കൊലയുമായി തീരുകയാണ്. എന്തുകൊണ്ടാണ്? ഇതൊന്നും നിയമപരമായി അല്ലെങ്കിൽ ശരിക്കും ശരീഅത്ത് പറഞ്ഞ പ്രകാരം ചെയ്യാത്തത് കൊണ്ടാണ്, അള്ളാഹും റസൂലും കാണിച്ചു തന്ന പ്രകാരം ചെയ്യാത്തത് കൊണ്ടാണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നീട് ഒരു കാലവും ചെയ്യില്ല. കോടതിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കാലം ചെയ്യില്ല. കോടതി എന്ന് പറഞ്ഞാൽ എന്താണ്? അസഫർ കിത്താത്തും മിനൽ അദാബ് എന്ന് പറഞ്ഞ പോലെയാണ്. ഈ യാത്ര എന്ന് പറയും, യാത്ര എൻജോയ്മെന്റ് ആണ്. യാത്ര ശിക്ഷയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ പോലെയാണ്. കോടതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷയാണ്. പിന്നെ കോടതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക, അയാൾ വേറെ പണിയൊന്നും ഉണ്ടാവില്ല, പണി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കോടതി കയറി നമ്മൾ വിചാരിക്കും കോടതിയിൽ നിന്ന് നമുക്ക് നീതി കിട്ടും, പക്ഷെ അത് വിദൂരമായ സ്വപ്നം മാത്രമായിരിക്കും. അപ്പൊ ചെയ്യേണ്ട സംഗതികൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്നതുകൊണ്ടാണ് ശറഅ അഥവാ ഇസ്ലാമിക നിയമവ്യവസ്ഥ ഇത് കൃത്യമായി പറഞ്ഞു തരുന്നത്. അങ്ങനെ അവര് സാക്ഷ്യം വഹിക്കണം. പക്ഷെ ഉസ്താദെ വസിയത്തില്ലോ ഇന്ത്യയില് വസിയത്ത് ഉസ്താദെ, വസിയത്ത് മുസ്ലിമിനിപ്പോ നമുക്ക് നമ്മൾക്ക് ശരി വസിയത്ത് ഇല്ലല്ലോ. നമുക്ക് നിയമപ്രകാരം വസിയത്ത് ചെയ്യാമല്ലോ, റെക്കോർഡിക്കലായിട്ട് ചെയ്യാം. വിൽ പത്രം എഴുതുന്നില്ലേ? അഥവാ നമുക്ക് അതായത് വസിയത്തിൽ അതായത് അനന്തരാവകാശവും വസിയത്തും തമ്മിൽ എന്ത് ചെയ്യരുത്? കൂട്ടിക്കുഴയ്ക്കരുത്. അനന്തരാവകാശികൾക്ക് എന്തില്ല? വസിയത്തില്ല. അനന്തരാവകാശികൾ അല്ലാത്തവർക്ക് വേണ്ടി എത്ര ശതമാനം വസിയത്ത് ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് റെക്കോർഡിക്കലായിട്ട് വസിയത്ത് ചെയ്യാം. അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെ ഇസ്ലാമിന്റെ കാര്യങ്ങളാണ്. നമ്മൾ ലീഗലി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ലീഗൽ അത് സ്റ്റെബിലിറ്റി അതിനുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എന്താണോ നിയമം പറയുന്നത് ആ മാർഗം സ്വീകരിക്കണം, റെക്കോർഡിക്കലായിട്ട് സ്വീകരിക്കണം. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് ചോദിച്ചാൽ, എന്താണ് ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ പിന്നീട് എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്നാ പറഞ്ഞില്ല. ഇവിടെ അതിന് അവകാശികൾക്ക് വേണ്ടതില്ല എന്നുള്ളത് ഏതിലാ വന്നുള്ളത്? ഏത്? അനന്തരാവകാശികൾക്കായിട്ട് വസിയത്ത് ചെയ്യണ്ട എന്നുള്ളത് ഇപ്പൊ നമ്മൾ വായിച്ചതിലൊന്നും വന്നിട്ടില്ലല്ലോ. ഇവിടെ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഖുർആനിൽ ഇല്ലാത്ത പിന്നെ ഹദീസിൽ വരുമോ? അത് വരും. ഖുർആന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഹദീസ്. ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യൂലേ, ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യും. ബിൽഡിംഗ് പ്ലാൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. വർക്കിംഗ് പ്ലാൻ തരും. പ്ലാനിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ വർക്കിംഗ് പ്ലാൻ തരും. അപ്പൊ ഷാരി എന്ന് പറഞ്ഞാൽ അള്ളാഹ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് ഘടന നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇംപ്ലിമെന്റേഷൻ സൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അതിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് റസൂൽ ഫഖുദൂഹു എന്ന് പറഞ്ഞിട്ട്, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല എന്ന് പറഞ്ഞു. നിങ്ങൾ അള്ളയെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക എന്നാണ്.
നമ്മൾ അത്താ എന്ന് പറഞ്ഞപ്പോ അത് ആരെയൊക്കെ അനുസരിക്കും നോക്കില്ലായിരുന്നോ? അതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞു പോയ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സിലബസിൽ അതൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. നമ്മൾ അനന്തരാവകാശം നമ്മൾ ബക്കറയിൽ വന്നിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ. വസീയത്തിനെ കുറിച്ച് വരുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മൾ അവിടെ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ ഈ സിലബസിൽ അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിലബസിൽ വന്നിട്ടില്ല. അങ്ങനെ അടുത്ത സിലബസ് വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ അത് ചില സംഗതികൾ കൂടി ഉൾപ്പെടും. കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് നമ്മൾ സിൽവറിൽ നിന്നാണ് സ്പ്ലിറ്റ് ചെയ്ത് വന്നത്. സിൽവർ മിനിമം സിൽവർ ചെയ്തവരെയാണ് നമ്മൾ ബക്കറ മുതൽ ക്ലാസ് എടുക്കുന്നത്. ഇനി വരുന്ന ക്ലാസ് ഫൈനൽ കഴിഞ്ഞവരെയാണ് ഇപ്പൊ നമ്മൾ അടുത്ത മാസം മുതൽ ഡിസംബറിൽ വരും പുതിയ അൽ ബക്കറുടെ ക്ലാസ്. അപ്പൊ ഫൈനൽ കഴിഞ്ഞവരെയാണ് അതിൽ പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ ചർച്ച ചെയ്യും. പോയിന്റുകൾ തയ്യാറാക്കി തന്നെ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് സമയ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും വരിക. അതാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ ചെയ്താൽ, അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ എന്നർത്ഥം. അതിന് ഏറ്റവും അടുത്തത് ധനായതിനു ദാനിൻ, ദാനിനാണ് അടുത്തത്. ധനായതിനു അടുത്തു, അതിന്റെ സൂപ്പർലേറ്റീവ് ആണ്. ദാനിന്റെ സൂപ്പർലേറ്റീവ് ആണ് അതിന്. ബിശ്ശഹാദത്തി, അവർ ഷഹാദത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി അത്താബി കൊണ്ടുവന്നു. സാക്ഷ്യം കൊണ്ടുവരുന്നതിന് ഏറ്റവും അടുത്തത് അതാണ്. അലാ വജിഹിഹ, അതിന്റെ മുഖത്ത് എന്ന് പറഞ്ഞാൽ അത് നിർവഹിക്കേണ്ട പ്രകാരം, സാക്ഷ്യം നിർവഹിക്കേണ്ട പ്രകാരം നിർവഹിക്കുന്നതിന് ഈ പറഞ്ഞ ഘടന ഏറ്റവും നല്ലതാണ്. അതാണ് ഏറ്റവും അടുത്തത്. ഔ യഖാഫു ബിശ്ശഹാദത്തി ഔ യഖാഫു എന്നാണ് കേട്ടോ. അയ്യൂ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അൻ വന്നുകൊണ്ട് എന്തായി? യത്തൂനയുടെ ഞാൻ പോയി, അയ്യൂ. അപ്പൊ ഇവിടെ ഈ ഘടന നോക്കുമ്പോൾ നമ്മൾ ഇവിടെ തിരിച്ച് ചിന്തിച്ചാൽ ഏതുമായിട്ടാണ് അടുത്ത് ബന്ധപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ യഹാഫൂനയുടെ ഞാൻ പോകണമെങ്കിൽ ഞാൻ പോകാൻ കാരണമായ എന്തെങ്കിലും സംഭവം അതിന് ബാധകമാകാം. അങ്ങനെ നമ്മൾ ബാക്കിലോട്ട് നോക്കിയാൽ അത് അയ്യത്തൂരായിട്ടാണ് ബന്ധപ്പെട്ടതെന്ന് അറിയാൻ. അപ്പൊ അനാ പോയത് അൻ വന്നത് കാരണമായി. അപ്പൊ അയ്യൂ ബിശ്ശഹാദത്തി, ഷഹാദത്ത് നിർവഹിക്കുന്നതിനും ഔ യഖാഫു, അല്ലെങ്കിൽ അവർക്കൊരു പേടിയെങ്കിലും ഉണ്ടാകും. അൻ തുറദ്ദ ഐമാനും ബഅദ ഐമാനിഹിം, അൻ തുറദ്ദ ഐമാനും, സത്യങ്ങൾ മടക്കപ്പെടും. ബഅദ ഐമാനിഹിം, അവരുടെ സത്യങ്ങൾക്ക് ശേഷം. അവരങ്ങനെ സത്യം ചെയ്താൽ അതിന് ഉപരിയായി മറ്റു ചിലർ സത്യം കൊണ്ടുവരാൻ സത്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു പേടിയെങ്കിലും അവർക്കുണ്ടാകും. അതിനു വേണ്ടിയാണ് അള്ളാഹെ സൂക്ഷിക്കുക, വസ്മഉ, കേട്ടുകൊള്ളുക. ഇവിടെ നമ്മൾ ഈ തഖ്വ മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. തഖ്വയുടെ മുമ്പ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയായിരുന്ന ചർച്ച ചെയ്തോ നമ്മള്? തലാഖിന് മുമ്പ്, തലാഖിന്റെ ശേഷം തഖ്വ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ? വസിയ്യത്തുമായി ബന്ധപ്പെട്ട സിവിൽ നിയമങ്ങളാണ് അല്ലെ? സിവിൽ നിയമവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത് തഖ്വയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ തഖ്വ നോമ്പും സക്കാത്തും ദിക്റും മറ്റു കാര്യങ്ങളൊന്നും അല്ല. ഏത് തഖ്വയെ കുറിച്ചാണ് പറയുന്നത്? ഇമാം ഗസാലി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, വലതു ദിർഹമി തൻറഹു ഔ വറ. 4 കാശിന്റെ കാര്യം വരുമ്പോൾ അവൻ എവിടെയാണ് അവന്റെ ദൈവഭയവും അവന്റെ ഭക്തിയും ദൈവഭയവും ഒക്കെ അറിയാൻ പറ്റുമെന്നാണ്. കമീസും റക്ക, അങ്ങനെ പഴകി ദ്രവിച്ച പഴയ തുണി തന്നെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് ഭക്തിയുടെ അടയാളമെന്ന് വിചാരിക്കേണ്ട.
ഔ ജബീനുൻ ലാഹഫീഹി അസറുൻ ഖദ് തല, അല്ലെങ്കിൽ നെറ്റിയിലെ നമസ്കാരത്തലമ്പാണ് ഭക്തിയുടെ അടയാളമെന്ന് വിചാരിക്കണ്ട. ഔ ഇസാറുൻ ഫൗഖ ഖഅബി സാഖി മിൻഹു റഫ, അല്ലെങ്കിൽ ഞെരിയാണിയുടെ മുകളിലേക്ക് തുണി കയറ്റി കൊടുക്കുന്നതാണ് ഭക്തിയുടെ അടയാളമെന്നും വിചാരിക്കേണ്ട. വലതു ദിർഹമി ഫൽദൽ ഖയ്യഹു. അപ്പൊ പണവുമായി സാമ്പത്തിക ഇടപാട് വരുമ്പോൾ ഇവിടെ എന്താണ്, അവിടെ വസിയത്ത് ചെയ്തു. വസിയത്ത് ചെയ്യുമ്പോൾ സ്വത്ത് ആർക്ക് വരുന്നു, ആർക്ക് വരുന്നില്ല, ആർക്ക് കുറയുന്നു. അപ്പൊ അനന്തര വസിയത്ത് ചെയ്തു കഴിഞ്ഞാൽ വസിയത്ത് ആദ്യം കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അനന്തരാവകാശികൾക്ക് വിധിക്കപ്പെടുന്നത്. അപ്പൊ എന്ത് ചെയ്യും, അനന്തരാവകാശികൾക്ക് അത് കുറയും. അപ്പൊ അങ്ങനെ വരുന്ന വിഷയങ്ങളിൽ അള്ളയെ പേടിക്കാൻ കഴിയണം. അത്തഖുല്ലാഹ്. അവിടെ തഖ്വ ഉണ്ടാകുമോ? അത് മതസംഘടനയുടെ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തകരാണ്, സജീവ സംഘടനാ പ്രവർത്തകരാണ്. പക്ഷെ സാമ്പത്തിക ഇടപാട് വരുമ്പോൾ അവർ ഭയങ്കര സീരിയസ് ആയിരിക്കും. അവിടെ ഒരു സെന്റിന്റെ 1 ഇഞ്ച് വിട്ടുകൊടുക്കില്ല. മതിൽ കെട്ടാൻ നേരത്ത് 4 ഇഞ്ച് മതിലാണ് കെട്ടുന്നതെങ്കിൽ 4 ഇഞ്ച് കല്ലിട്ടാണ് മതിൽ കെട്ടുന്നത്. അപ്പൊ ഈ മതില് അപ്പുറത്ത് വേണോ ഇപ്പുറത്ത് വേണോ, ഈ 4 ഇഞ്ച് എവിടെ നിൽക്കണം? അത് പറ്റില്ല. അത് മധ്യത്തിൽ തന്നെ വേണം, നടുമധ്യ സെന്ററിൽ തന്നെ വേണം. അപ്പൊ അവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, തഖ്വ ഉണ്ടാകേണ്ടത് എന്നാ പറയുന്നത്. വത്തഖുല്ലാഹ് വസ്മഉ. വസ്മഉ എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാന്റെ കൽപ്പനകൾ നിങ്ങൾ കേൾക്കൂ, ശിരസ വഹിക്കൂ എന്നാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അധർമ്മം ചെയ്യുന്നവരെ അള്ളാഹ് എന്ത് ചെയ്യില്ല, നേർവഴിയിലാക്കൂ. അധർമ്മം ചെയ്യാൻ തീരുമാനിച്ച ഒരു വിഭാഗമുണ്ട്. എങ്ങനെയെങ്കിലും അവന്റെ അവകാശം ഹനിക്കണം. നിങ്ങളുണ്ടല്ലോ ചില ആൾക്കാർ, മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണീര് കാണണമെന്ന് വിചാരിക്കും. മകൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് കാണും. ഞങ്ങളുടെ നാട്ടിലൊരു ചെല്ലുണ്ട്. അപ്പൊ അതേപോലെ എനിക്ക് എത്ര നഷ്ടം ഉണ്ടായാലും കുഴപ്പമില്ല, അവന് എന്താ ഉണ്ടാവരുത്, അവന് നേട്ടം ഉണ്ടാവരുത്. അങ്ങനെ ചിന്തിച്ചുറച്ച ഒരാൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവരെ അള്ളാഹ് നേർവഴിയിലാക്കിയില്ല. ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അധർമ്മം ചെയ്യാൻ തീരുമാനിച്ചുറച്ചവരുണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ച ഭാഗം. ഇതോട് ഇതിന്റെ ചർച്ച അവസാനിച്ചു. ഇത് നമ്മൾ നാളെ മുതൽ അടുത്ത പാഠം പേജിക്കൽ ചർച്ച ചെയ്യണം. ഇത് എത്ര പേജുണ്ട്? എത്ര? 2. ഇനി 2 പേജ്. ഇനി 2 ആഴ്ച ബാക്കിയുണ്ടോ പരീക്ഷയ്ക്ക് മുമ്പ്? കാണും അല്ലേ? എന്താണ് പരീക്ഷ പറഞ്ഞിരിക്കുന്നത്? 20. ഡിസംബർ 20 ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഞാനങ്ങനെ അഡ്വാൻസ് ആയിട്ട് പറയണം, അല്ലെങ്കിൽ തന്നെ മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് ഒരു ഡേറ്റ് എടുക്കണം. അതിനുശേഷമാണ് കഴിഞ്ഞ ആഴ്ച അവധി വന്നത്. അപ്പോ ആവർത്തിയപ്പോ ഇതിന്റെ പദാനുപത അർത്ഥങ്ങൾ പുതിയ പദവും പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയ പദങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. A5 പ്രിന്റിൽ എടുക്കത്തക്ക രീതിയിലാണ് തന്നിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് A5 പ്രിന്റ്. അത് എനിക്കറിയില്ല, A5 പ്രിന്റ് പേപ്പർ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്വന്തം പ്രിന്റർ ഉള്ളവർക്കാണെങ്കിൽ A4 പേപ്പർ കട്ട് ചെയ്ത് വെക്കാം. മുറിച്ച് വെച്ചാൽ 2ആയിട്ട് മുറിച്ച് വെച്ചാൽ A5 പ്രിന്റ് വരും. അപ്പൊ കറക്റ്റ് ആയിട്ട് പ്രിന്റ് വരും. എന്നിട്ട് അത് സ്പൈറൽ ബൈൻഡ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ സ്പിൻ ചെയ്താലും മതി. ഒരുപാട് പേജ് ഉണ്ടാവില്ല. അങ്ങനെ സൂക്ഷിക്കാം. നമ്മൾ തൽക്കാലം എന്ത് ചെയ്തിട്ടില്ല, അതൊന്നും ഇപ്പോൾ പ്രിന്റിങ്ങിന് വരുന്നില്ല. പ്രിന്റിങ്ങിന്റെ വരുതിയിൽ അത് വരുന്നില്ല. ഇതെല്ലാം നമ്മുടെ കോഴ്സിന്റെ മൊത്തം റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി മുതൽ പുതിയ റെക്കോർഡിംഗ് ഒക്കെ തുടങ്ങും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഈ കാര്യം എന്തായിരുന്നാലും ഇത് നോട്ട്സും അതുപോലുള്ള കാര്യങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത്. വീഡിയോ ക്ലാസ്സുകളിൽ നിന്നൊക്കെയാണ് എല്ലാം പഠിക്കേണ്ടത്. വേറെ ഒന്നുമില്ലല്ലോ? ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എത്തിച്ചേരുന്ന സാലിഹായ അമലായി സ്വീകരിക്കട്ടെ.
ഖുർആൻ ആഴത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അവതരണ പശ്ചാത്തലങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് എന്തായാലും പോകുന്നില്ല. കാരണം അത് കുറെ വ്യാകരണ ഭാഷാപരമായ കുറെ സംഗതികളൊക്കെ അതിനകത്ത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിയമപരമായ കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും അത് നിങ്ങളുടെ കയ്യിലുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഉണ്ടാകേണ്ടതാണ്. അറബി വ്യാഖ്യാനമാണ് ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ളത് നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് ഉദ്ധരിക്കാത്തത്. നമ്മുടെ കയ്യിലുള്ള വ്യാഖ്യാനങ്ങളിൽ എന്താണ് ഉള്ളതെന്ന് നോക്കുക, പിന്നെ കൂടുതൽ വിശദീകരണങ്ങൾ നോക്കുക. പക്ഷെ ഒരുപാട് വ്യാഖ്യാനങ്ങളിലേക്ക് പോകരുത്. നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ, വാക്യഘടനയൊക്കെ മനസ്സിലാകുന്നുണ്ടോ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഉറപ്പുവരുത്തുക. ഇത് ഉറപ്പുവരുത്തി പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ ഈ വാക്യ കാര്യത്തിൽ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് വ്യാഖ്യാനപരമായി പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വലൈക്കും സലാം. സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് സിസ്റ്റം മാറ്റിയായിരുന്നു. നമ്മള് പഴയ സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. സൗണ്ട് ക്ലിയർ അല്ലേ? യൂണിഫോം ആയി അങ്ങനെ അത് പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ പതുക്കെ സ്ലോ ആയിട്ടാണ് പോയി. പറഞ്ഞു വന്നിട്ട് സ്ലോ ആയി പോകും. പറഞ്ഞുകൊണ്ടിരിക്കുക ചില വാക്കുകൾ നമുക്ക് ക്ലിയർ ആവില്ല, സ്ലോ ആയി പോകും. പറഞ്ഞുകൊണ്ടിരിക്കുക സൗണ്ട് കുറഞ്ഞു പോകും. ഇല്ലല്ലോ, കുറഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ വല്ലതും കേട്ടോ? ക്ലിയറാ? ഇപ്പൊ ക്ലിയർ ആണ്. എപ്പോഴും ക്ലിയർ ആയിരിക്കും. ക്ലാസ് അറിയുമ്പോൾ കുറച്ചൊരു ശബ്ദം ഉണ്ടാവും. വേറൊരു ശബ്ദം വരുന്നുണ്ടല്ലോ, അത് വേറെ ആരുടെ നിന്നാണ്? അത് ഭയങ്കര അത് കേൾക്കണില്ല, അതുകൊണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ പോയില്ലേ ആ ശബ്ദം? ഇപ്പൊ പോയി. ഷീബയുടെ മൈക്രോഫോൺ ആണ്. അല്ല, ഇപ്പോഴും വരുന്നുണ്ടല്ലോ ഇടയ്ക്ക്. അവര് വീണ്ടും ഓൺ ചെയ്ത് കാണും. ഇല്ല, എന്റെയിലും അങ്ങനെ തന്നെ സൗണ്ട് ഉണ്ട്. അല്ല, നിങ്ങളതിലല്ല, ഷീബയുടെ മൈക്ക് ഓഫ് ചെയ്തിട്ട് അബു കെ കെ അതിലാണോ? അതിലാണ് എന്റെ അല്ല. ഇപ്പൊ പോയെന്ന് തോന്നുന്നല്ലേ? പോയി. അപ്പൊ അബൂബക്കർ കെ കെയുടെ മൈക്കിലാണെന്ന് കേട്ടോ. കേട്ടോ? പക്ഷെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും എന്റെ റൂമിലില്ലല്ലോ. നിങ്ങളുടെ റൂമിലല്ല ഡിസ്റ്റർബൻസ്, നിങ്ങളുടെ മൈക്കിന്റെ ഡിസ്റ്റർബൻസ് ആണ്. അത് മൈക്ക് റീപ്ലേസ് ചെയ്യണം. മൈക്കിന്റെ പ്രോബ്ലം. നിങ്ങളുടെ ഹെഡ്സെറ്റ് ഇല്ലേ, ആ ഹെഡ്സെറ്റിന്റെ പ്രോബ്ലം ആണ്. ഹെഡ്സെറ്റ് ഒക്കെ കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ക്വാളിറ്റി ഒക്കെ പോകും. ഞാനിപ്പോ ചെവി ചെയ്യുന്ന സാധനം എമൗണ്ട് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. പക്ഷെ അത് 1 ഇയർ വാറന്റി ഉള്ളതാണ്. ആ 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് 1 ഇയർ ആകാറായപ്പോ നവംബർ ആയപ്പോഴത്തേക്ക് എന്തായി, അത് പ്രോബ്ലം ആയി. ഞാൻ പിന്നെ അത് കോഴിക്കോട് നിന്നാണ് വാങ്ങിയത്. കോഴിക്കോട് സ്ഥിരം സന്ദർശിക്കുന്നുള്ള അവിടെ നിന്ന് ഞാൻ റീപ്ലേസ് ചെയ്യും. ഞാൻ ചോദിച്ചു, അപ്പൊ അത് മാറ്റി തന്നവര് 1 ഇയറിനകം മാറ്റി തരുന്നു. മാറ്റി തന്നപ്പോഴും അതിന്റെ അതേ വിലയുള്ള, അതിനേക്കാൾ അല്പക്കൂടി വിലയുള്ള സാധനമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ഇതിന് കേട് വന്നാൽ എന്ത് സംഭവിക്കും? ഇനി കേട് വന്നാൽ ഒരു രക്ഷയില്ല, മാറ്റി തരില്ല. കാരണം അത് ഡിസംബർ വരെ അതിന് സമയമുള്ളൂ, ഒന്നാമത്തെ വാറണ്ടി. ആ വാറണ്ടി കഴിഞ്ഞാൽ ഇപ്പൊ വേറെ മാറ്റി തന്നു, നവംബറിൽ മാറ്റി തന്നിരിക്കുന്നു. ഇനി എന്ത് ചെയ്യില്ല, മാറ്റി തരില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവർക്കൊരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി. ഓക്കെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.